Hello. In this video, we will begin Unit 5 of your A03 Academic Writing textbook. This unit is titled Vocabulary and Grammar for Academic Writing. നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് എഴുതുമ്പോൾ നമ്മളിതിന് മുമ്പത്തെ യൂണിറ്റിൽ പഠിച്ചത് അതിൻ്റെ പല ടെക്നിക്കുകളാണ്, പല റെറ്റോറിക്കൽ മോഡ്സ് ആണ്. ഇവിടെ അക്കാഡമിക് റൈറ്റിംഗിന് സ്പെസിഫിക് ആയ ചിലതരം vocabulary and grammar. Vocabulary means what kind of words that you use to write എന്നുള്ളത്, അതും ഗ്രാമറും അക്കാഡമിക് റൈറ്റിങ്ങിന് അതിൻ്റെതായിട്ടുള്ള ചില രീതികളുണ്ട്. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ യൂണിറ്റ് ഇൻക്ലൂഡ്, first of all, understanding the language use restrictions in academic writing. Language use restrictions are the restrictions on what kind of language should be used and what kind of language should not be used in academic writing. അത് എന്താണെന്ന് മനസ്സിലാക്കുക. Second, learn to make writing formal by using vocabulary and grammar. കറക്റ്റ് ആയിട്ടുള്ള വൊക്കാബുലറിയും കറക്റ്റ് ആയിട്ടുള്ള ഗ്രാമറും ഉപയോഗിച്ചിട്ട് നമ്മളുടെ റൈറ്റിങ്ങിനെ കുറച്ചുകൂടി ഫോർമൽ റൈറ്റിംഗ് ആക്കി മാറ്റുക. തേർഡ്, introduce academic word list, discourse markers and transition signals. ഇതൊക്കെ എന്താണെന്ന് ആസ് ദ യൂണിറ്റ് ഗോസ് ബൈ വി വിൽ അണ്ടർസ്റ്റാൻഡ് ഇതൊക്കെ എന്താണെന്ന്. ഇങ്ങനെ ചില കാറ്റഗറീസ് ഉണ്ട്, നമുക്ക് അക്കാഡമിക് റൈറ്റിങ്ങിന് ആവശ്യമായ ചില സംഭവങ്ങളുണ്ട്. ഫോർത്ത്, അണ്ടർസ്റ്റാൻഡ് ദ യൂസ് ഓഫ് ഗ്രാമർ ഇൻ ഫോർമൽ റൈറ്റിംഗ്. ഫോർമൽ റൈറ്റിംഗിൽ ഗ്രാമറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് കുറച്ച് wrong ആയി എഴുതിയ sentences ഒക്കെ ഉണ്ട്. that you can look at it later, but basically let us look at the different points in the chapter. First one is revising words and sentences. നമ്മൾ എഴുതുമ്പോൾ വെറുതെ നമ്മൾ തോന്നിയ പോലെ എഴുതല്ല, പക്ഷെ അതിലെ മിസ്റ്റേക്സ് എല്ലാം മാറ്റി റിവൈസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എഴുതുന്ന ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ റിവൈസ് ചെയ്യണം when we are involving in academic writing. When you are writing something, you are making a permanent impression. It is therefore necessary to take extra care to avoid mistakes in your writing. If you make mistakes in your conversation, you can immediately correct it. Whereas when you submit an assignment with faulty sentences or inappropriate vocabulary, you may not be able to retrieve your work and correct it. Inappropriately written works reflect on the quality of your education. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു തെറ്റ് പറ്റിയാൽ നമുക്ക് അപ്പം തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എഴുതി ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറവായിരിക്കും. എന്ന് മാത്രമല്ല, നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്ത ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ ഒരു എസ്സേ ഒക്കെ കാണുമ്പോൾ അത് വായിക്കുന്ന ആളുകൾക്ക് അതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളുടെ ക്വാളിറ്റി ഓഫ് അവർ എഡ്യൂക്കേഷൻ പോരാ എന്ന് അവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് revising words and sentences in your academic writing is very important. Having understood the constituent elements of an academic paper and the strategies to prepare it, it is necessary to understand the ways to revise your paper. Every formal written work needs revision and editing prior to submission or publication. Revising involves, among other things, improving the words and sentences. It is at the editing or revising stage that you remove unnecessary words and expressions and make your sentences and paragraphs clear and effective. In order to make your paragraphs effective, you need to do the following. അപ്പോൾ ഇപ്പോൾ എക്സാമിനൊക്കെ നമ്മളൊരു ആൻസർ എഴുതുകയാണെങ്കിൽ അത് നമുക്ക് റിവൈസ് ചെയ്യാനൊന്നും ഓപ്ഷൻ ഉണ്ടാവില്ല. പക്ഷെ ഒരു അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തതിന് മുമ്പ് നമ്മൾ ആദ്യം റഫായിട്ട് എഴുതി പിന്നെ അത് ഫെയർ ആയി എടുത്ത് എഴുതുമ്പോൾ അതിൽ നമ്മൾ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് റിവിഷൻ, എഡിറ്റിംഗ്, പ്രൂഫ് റീഡിങ് എന്ന് പറഞ്ഞാൽ കറക്റ്റിംഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഗ്രാമർ മിസ്റ്റേക്സ്, ഇംപ്രൂവിങ് ദ വേർഡ്സ് യൂസ്ഡ്. ഒരേ വാക്ക് തന്നെ പല പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി ഒരേ അർത്ഥമുള്ള മറ്റു വാക്കുകൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച വാക്ക് ഇത് തന്നെയാണോ ഏറ്റവും നല്ല ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്, അതോ ഈസ് ദെയർ എ ബെറ്റർ വേർഡ് ഫോർ ഇറ്റ്, അങ്ങനെയൊക്കെ നോക്കി മാറ്റുക. ഇതെല്ലാം വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അത്യാവശ്യമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അനാവശ്യമായ അൺനെസസറി വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് എടുത്ത് റിമൂവ് ചെയ്യണം. നമ്മൾ എഴുതിയ സെന്റൻസും പാരഗ്രാഫും എല്ലാം ക്ലിയർ അല്ലേ എന്ന് ഉറപ്പാക്കണം. ക്ലിയർ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ക്ലിയർ ആക്കണം. അപ്പൊ എപ്പോഴും നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് എഴുതുമ്പോൾ ഒറ്റ പ്രാവശ്യം എഴുതി സബ്മിറ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്. അതിന്റെ രണ്ടോ അതിൽ കൂടുതലോ ഡ്രാഫ്റ്റുകൾ നമ്മൾ എഴുതുക. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേർഷൻസ്. ഒരു പ്രാവശ്യം എഴുതി
ഫസ്റ്റ് എഴുതുന്നത് ഫസ്റ്റ് ഡ്രാഫ്റ്റ്, പിന്നെ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് രണ്ടാമത് എഴുതുന്നത് സെക്കൻഡ് ഡ്രാഫ്റ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ തേർഡ് ഡ്രാഫ്റ്റ് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ പല ഡ്രാഫ്റ്റുകളായിട്ടാണ് നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് എഴുതേണ്ടത്. ആൻഡ് നമ്മളുടെ പാരഗ്രാഫ്സ് കൂടുതൽ ഇഫക്റ്റീവ് ആവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എൻഷുർ ദറ്റ് യുവർ വൊക്കാബുലറി ഈസ് അപ്രോപ്രിയേറ്റ് ടു യുവർ പേർപ്പസ്. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, എന്തിനു വേണ്ടിയാണ്, എന്ത് പേർപ്പസിന് വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്, ആ പേർപ്പസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അതിന് ഉചിതമായിട്ടുള്ള വൊക്കാബുലറി നമ്മൾ യൂസ് ചെയ്യണം. ഫോർമൽ ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ഇൻഫോർമൽ വേർഡ്സ് ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇൻഫോർമൽ ആയി എഴുതുമ്പോൾ വല്ലാതെ ഫോർമൽ ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ഈവൻ ഇൻ ഫോർമൽ റൈറ്റിംഗ് അതിന് പല ലെവൽസ് ഉണ്ട്, അല്ലെങ്കിൽ പലതരം ഫോർമൽ റൈറ്റിംഗ്സ് ഉണ്ട്. നമ്മളൊരു ന്യൂസ് പേപ്പറിന് വേണ്ടി ആർട്ടിക്കിൾ എഴുതുന്നത് പോലെ ആവില്ല നമ്മളൊരു ടീച്ചർക്ക് അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ensure that your vocabulary is appropriate to your purpose. Then avoid using conversational style and colloquial slang expressions and non-standard diction. നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ഇൻഫോർമൽ റൈറ്റിങ്ങിനാണ്. വളരെ കോൺവെർസേഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റൈല്, കൊളോക്കിയൽ എന്ന് പറഞ്ഞാൽ ലോക്കൽ ആയിട്ടുള്ള, നമുക്ക് വളരെ ഫോർമൽ ആയിട്ടല്ല, ഒരു ലോക്കൽ ആയിട്ടുള്ള ഭാഷ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, സ്ലാങ് എക്സ്പ്രഷൻസ് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ അങ്ങനെയുള്ള നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഡിക്ഷൻ മീൻസ് ദ ലാംഗ്വേജ് ദാറ്റ് യു യൂസ്, ദ കൈൻഡ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് യു യൂസ്. Then diversify your sentences. Use sentences varying in length, word order and types. Further, later in this unit you will learn different types of sentences. അങ്ങനെയുള്ള സെന്റൻസുകൾ, എല്ലാ സെന്റൻസും ഒരുപോലെ എഴുതാതിരിക്കുക. ചില സെന്റൻസുകൾ ലോങ്, ചില സെന്റൻസുകൾ ഷോർട്ട്, പലതരം വേർഡ് ഓർഡർ, പല ടൈപ്പ് ഓഫ് സെന്റൻസസ് നമ്മൾ യൂസ് ചെയ്യുക. എല്ലാം ഒരേപോലത്തെ സെന്റൻസ് എഴുതിയാൽ അത് വായിക്കാൻ ബോറിംഗ് ആയിരിക്കും. Then eliminate redundant expressions and avoid wordy sentences. Redundant means unnecessary. പറയാൻ ആവശ്യമില്ലാത്ത എക്സ്പ്രഷൻസ്, നമ്മൾ ഒരിക്കൽ പറഞ്ഞതിനെ പിന്നെയും വേറെ രീതിയിൽ പറയാതിരിക്കുക, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. അവോയ്ഡ് വേർഡി സെന്റൻസസ്. വേർഡി സെന്റൻസസ് മീൻസ് ഒരു സെന്റൻസ് നമ്മൾ പറയാൻ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ബ്രീഫ് ആയിട്ട് മാത്രം പറയാം. ഡോണ്ട് യൂസ് ടു മെനി വേർഡ്സ് ടു സേ വൺ തിങ്. യൂസ് ആസ് ഫ്യൂ വേർഡ്സ് ആസ് പോസിബിൾ. യൂസ് പാരലലിസം. പാരലലിസം ഇസ് എ ടെക്നിക്ക്. അതിനെപ്പറ്റി നമുക്ക് വായിച്ചു വരുമ്പോൾ ലേറ്റർ ഇൻ ദ ചാപ്റ്റർ വി വിൽ ലേൺ. അതായത് സെന്റൻസുകൾ കുറച്ചുകൂടി നന്നായി ഫ്ലോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. മെയിൻറ്റെയിൻ ദ ടെൻസ്. നമ്മൾ പ്രസന്റ് ടെൻസിലാണ് എഴുതുന്നതെങ്കിൽ ഇടയ്ക്ക് പാസ്റ്റ് ടെൻസ് കൊണ്ടുവരാതിരിക്കുക. നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതണമെങ്കിൽ ഇടയ്ക്ക് പ്രസന്റ് ടെൻസ് കൊണ്ടുവരാതിരിക്കുക. ഏത് ടെൻസിലാണ് നമ്മൾ എഴുതുന്നത് അത് ത്രൂ ഔട്ട് യുവർ റൈറ്റിംഗ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. Then remove weak phrases and use strong verbs instead. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഫ്രേസുകൾ പലതും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് വീക്കായിട്ട് തോന്നും. അതിന് പകരം ആ ഫ്രേസസിനെല്ലാം പകരം കുറച്ച് നല്ല വേർബ്സ്, സ്ട്രോങ് വേർബ്സ് എന്ന് പറയുന്നത്, കുറച്ച് സ്ട്രോങ് വേർബ്സ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മുടെ റൈറ്റിംഗ് കുറച്ചുകൂടി ക്ലിയർ ആവും, കുറച്ചുകൂടി സ്ട്രോങ് ആവും. Next section is about the kind of vocabulary that we use in academic writing. Among the factors that help you maintain the formal nature of your academic work, the selection of words is crucial. Your sentences are to be precise and clear, and they should not contain any unnecessary words. However, while avoiding overstating or exaggerating, you have to be careful not to understate or downplay something important. Besides, you can make use of certain types of words to make your writing effective. അപ്പോൾ നമ്മൾ ഫോർമലായി തന്നെ എഴുതുന്ന ഒരു കാര്യമാണ് അക്കാഡമിക് റൈറ്റിംഗ്. അതുകൊണ്ട് നമ്മൾ അതിൽ എന്ത് വേർഡ്സ് യൂസ് ചെയ്യുന്നു എന്ന് വളരെ ക്രൂഷ്യൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ അൺനെസസറി വേർഡ്സ് ഉപയോഗിക്കാതിരിക്കുക. വളരെ പ്രിസൈസ് ആയി, വളരെ ക്ലിയർ ആയിട്ട് വേണം നമ്മുടെ സെന്റൻസുകളെല്ലാം എഴുതുന്നത്. പക്ഷെ നമ്മൾ കൂടുതൽ ഓവർ സ്റ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സാജറേറ്റ് ചെയ്യുന്ന തരം വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ പറയുന്ന കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ് കൺവേ ചെയ്യുന്ന തരം വേർഡ്സ് ആയിരിക്കണം. അല്ലാതെ അതിനും നമ്മൾ പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഡൗൺ പ്ലേ ചെയ്യുന്ന, അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരം വേർഡ്സും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളെ സഹായിക്കാനായിട്ട് അക്കാഡമിക് റൈറ്റിംഗിൽ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ചിലതരം വേർഡ്സ് ഉണ്ട്. അത് ഉപയോഗിച്ചാൽ നമ്മുടെ റൈറ്റിംഗ് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാൻ പറ്റും. Here are a few general suggestions on vocabulary use. Familiarize yourself with the words listed in the academic word list or AWL to achieve the desired formal structure,
സീരിയസ്നെസ്, ടോൺ ആൻഡ് സ്റ്റാൻഡേർഡ്. അപ്പൊ നെക്സ്റ്റ് സെക്ഷനിൽ പറയും അക്കാഡമിക് വേർഡ് ലിസ്റ്റ് എന്താണെന്ന്. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട് അക്കാഡമിക് റൈറ്റിംഗിൽ ഉപയോഗിക്കാവുന്ന വേർഡ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ വേർഡ്സുമായിട്ട് നമ്മൾ വളരെ ഫെമിലിയർ ആവുക, എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. ആ വേർഡ്സിന്റെ മീനിങ് അറിയുക, ആ വേർഡ്സ് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്, അത് തെറ്റായി ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെ നമ്മൾ ചെയ്യാം. അവോയ്ഡ് ഇൻഫോർമൽ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്, അത് നേരത്തെ പറഞ്ഞാണ്, സ്ഥിരം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഫോർമൽ റൈറ്റിംഗിൽ ഇൻഫോർമൽ ആയിട്ടുള്ളത് അവോയ്ഡ് ചെയ്യുക. യൂസ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ടു ലിങ്ക് യുവർ ഐഡിയാസ് ആൻഡ് ടു സിഗ്നൽ ട്രാൻസിഷൻ. ഡിസ്കോഴ്സ് മാർക്കേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പഠിക്കും. പക്ഷെ യൂഷ്വലി നമ്മൾ ഒരു സെന്റൻസിൽ നിന്ന് അടുത്ത സെന്റൻസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, ട്രാൻസിഷൻ ചെയ്യുമ്പോൾ, ആ രണ്ട് സെന്റൻസുകളും തമ്മിലുള്ള കണക്ഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സിനാണ് നമ്മൾ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഐഡിയാസിനെ ലിങ്ക് ചെയ്യുക, കണക്ട് ചെയ്യുക, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. ദെൻ മേക്ക് യുവർ റൈറ്റിംഗ് ലെസ് വേർഡി. എപ്പോഴും നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്, നമ്മൾ കൂടുതൽ വേർഡ്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ വലിയ വേർഡ്സ് ഉപയോഗിക്കുമ്പോഴാണ് റൈറ്റിംഗ് നന്നാവുക എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. നല്ല റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ലിയർ ആയിട്ടും ഏറ്റവും സിമ്പിൾ ആയിട്ടും എഴുതുന്നതാണ്. അത് ഏറ്റവും അതിന് ഈ പറയുന്ന അക്കാഡമിക് വേർഡ്സിലുള്ള വേർഡുകൾ യൂസ് ചെയ്യാം. പക്ഷെ വലിയ വാക്കുകൾ നമ്മൾ കഷ്ടപ്പെട്ട് തേടി പിടിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഒരുപാട് വേർഡ്സ് ഉപയോഗിക്കാതിരിക്കുക, അതുപോലെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ അധികം ഉപയോഗിക്കാതിരിക്കുക. ഈ അക്കാഡമിക് വേർഡ്സിലുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ അക്കാഡമിക് റൈറ്റിംഗിൽ പൊതുവെ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. അത് ഉപയോഗിച്ചാൽ ക്ലാരിറ്റിക്ക് പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവർക്കും മനസ്സിലാവാനാണ് നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ റീഡർഷിപ്പിന് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്. നൗ, academic word list. This is an important section. Academic writers in English from across disciplines make consistent use of certain words while presenting their works in academic style. അപ്പോൾ ഏത് ഡിസിപ്ലിൻ, ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിലും എല്ലാ സബ്ജക്റ്റിലും ജനറലി ഉപയോഗിക്കുന്ന ചില വേർഡ്സ് ആണ് ഈ അക്കാഡമിക് വേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. The high frequency words in academic works in English language are referred to as academic word list. AWL അല്ലെങ്കിൽ അക്കാഡമിക് വേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അക്കാഡമിക് വർക്ക്സ് എഴുതുമ്പോൾ ഹൈ ഫ്രീക്വൻസി, അതായത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന, വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ്, അതിനെയാണ് നമ്മൾ ഈ അക്കാഡമിക് വേർഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡിഫറെന്റ് ഡിക്ഷണറീസ് ലൈക്ക് ഓക്സ്ഫോർഡ് അഡ്വാൻസ് ലേണേഴ്സ് ഡിക്ഷണറി ആൻഡ് കേംബ്രിഡ്ജ് ലേണേഴ്സ് ഡിക്ഷണറി ഹാവ് ബ്രോട്ട് ഔട്ട് ദെയർ ഓൺ ലിസ്റ്റ് ഓഫ് ഫ്രീക്വന്റ്ലി ഫൗണ്ട് വേർഡ്സ് ഇൻ അക്കാഡമിക് ടെക്സ്റ്റ്. അപ്പോൾ ഈ പല ഡിക്ഷണറികളിൽ നോക്കിയാലും നമുക്ക് അവരും ഇതുപോലെ അക്കാഡമിക് വേർഡ് ലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ഥിരം അക്കാഡമിക് റൈറ്റിംഗിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡിന്റെയും കേംബ്രിഡ്ജിന്റെയും ഡിക്ഷണറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദ ലിസ്റ്റ് ഇൻക്ലൂഡ്സ് വേർഡ്സ് frequently used in different academic disciplines but does not include technical terms pertaining to disciplines. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സബ്ജക്ട്, എല്ലാ സബ്ജക്റ്റിലും ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന, ഫ്രീക്വന്റ് ആയി ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോ സബ്ജക്റ്റിലെയും ടെക്നിക്കൽ ടേംസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാ സബ്ജക്റ്റിനും ഏകദേശം കോമൺ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ മാത്രമാണ് ഇതിൽ ഉള്ളത്, അല്ലാതെ സബ്ജക്ട് സ്പെസിഫിക് ആയ വാക്കുകളല്ല. Averell Coxhead from Victoria University of Wellington, New Zealand was among the earliest compilers of AWL. After examining papers from different disciplines, she came up with 570 head words. അപ്പോൾ ന്യൂസിലൻഡിലെ വിക്ടോറിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ആവറിൽ കോക്സെഡ് എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് പീപ്പിൾ ഹു കമ്പൈൽ ദിസ് അക്കാഡമിക് വേർഡ് ലിസ്റ്റ്. അതിൽ പല സബ്ജക്റ്റിലെയും അക്കാഡമിക് റൈറ്റിംഗ് സ്റ്റഡി ചെയ്തതിന് ശേഷം, എക്സാമിൻ ചെയ്തതിന് ശേഷം അവരുണ്ടാക്കിയ ലിസ്റ്റിൽ, ആവറിൽ കോക്സെഡ് ഉണ്ടാക്കിയ ലിസ്റ്റിൽ 570 ഹെഡ് വേർഡ്സ് ആണ്. ഹെഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ കീ വേർഡ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആണ് ഉള്ളത്. AWL as prepared by different individuals and agencies are available online. You are advised to familiarize yourself with the words in the list. പല ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഓക്സ്ഫോർഡ് ഡിക്ഷണറി, കേംബ്രിഡ്ജ് ഡിക്ഷണറി, ഇതുപോലെ പല ഏജൻസികൾ അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പല ഇൻഡിവിജ്വൽസ് അക്കാഡമിക് വേർഡ് ലിസ്റ്റിന്റെ പലതരം ലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതെല്ലാം ഓൺലൈൻ നോക്കിയാൽ കിട്ടാവുന്നതാണ്. അപ്പൊ അതിൽ ചിലതെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. Now,
The most frequently used words from Avril Coxhead's list are given here for a sample. Avril Coxheadന്റെ ലിസ്റ്റിൽ 570 വാക്കുണ്ടതെല്ലാം ഇവിടെ കൊടുത്തിട്ടില്ല. ആ 570 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. So these are some of the words. Alphabetical orderലാണ് എഴുതിയിരിക്കുന്നത്. പകുതി അപ്പുറത്തെ പേജിലാണ്. Analysis, approach, area, assessment, assume, authority, available, benefit, concept, consistent, constitutional, context, contract, create, data, definition, derived, distribution, economic, environment, established, estimate, evidence, export, factors, financial, function, formula, function, identified, income, indicate, individual, interpretation, involved, issues, labor, legal, legislation, major, method, occur, percentage, period, policy, principle, procedure, process, required, research, response, role, section, sector, significant, similar, source, specific, structure, theory, variables. These are all examples of words that are found in the AWL. ഇപ്പോൾ ഈ പല വാക്കുകളും നിങ്ങൾക്ക് തന്നെ പരിചയമുള്ള വാക്കുകളായിരിക്കും. ഒരു അക്കാഡമിക് റൈറ്റിംഗ് എന്തെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ അതിൽ സ്ഥിരം കാണുന്ന പല വേർഡ്സ് ആണ് ഇത്. The AWL includes a main list and a number of sublists. The list given above consists of the most frequently used words among the 570 words identified by Avril Coxhead in her study. The sublists give head words and derivatives of all the words listed in AWL. അപ്പോൾ AWL ഒരു മെയിൻ ലിസ്റ്റും ഉണ്ട്, ചില സബ് ലിസ്റ്റും ഉണ്ട്. ആ മെയിൻ ലിസ്റ്റിലുള്ള 570 വാക്കുകളിൽ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നേരത്തെ നമ്മളിപ്പോൾ വായിച്ച വേർഡ്സ്. ഇത് കൂടാതെ ഇത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സബ് ലിസ്റ്റുകളും AWL നമുക്ക് കാണാവുന്നതാണ്. The words in the list are selected from across disciplines, and so these words can be made use of while writing papers in humanities, social sciences, and science subjects. Learning the words in the main list and sublist will enable you to understand academic texts as well. You may use any method suitable to you to master these words. ഇതിലെ വാക്കുകൾ എല്ലാ ഡിസിപ്ലിൻസും, അതായത് ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും എല്ലാ സബ്ജക്റ്റിലെയും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ വേർഡ്സ് പഠിച്ചാൽ നമുക്ക് നമ്മളുടെ സബ്ജക്റ്റ് ഏതായാലും ശരി അതിൽ നല്ല അക്കാഡമിക് റൈറ്റിംഗ് എഴുതാൻ നമ്മളെ അത് സഹായിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ സബ്ജക്റ്റിലുള്ള മറ്റ് അക്കാഡമിക് പേപ്പേഴ്സ് വായിച്ചാൽ മനസ്സിലാക്കാനും അത് കുറച്ചുകൂടി എളുപ്പം ആയിരിക്കും. അപ്പൊ ഈ വാക്കുകൾ മാക്സിമം നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. The important prerequisite to learn academic word list is the ability to use the most elementary words in English. Different compilers have brought out lists of most fundamental words in English. They include West General Service List and Oxford 3000, which can be accessed online. അപ്പോൾ അക്കാഡമിക് വേർഡ് ലിസ്റ്റ് നമ്മൾ പറഞ്ഞു ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ജനറലായി ഉപയോഗിക്കുന്ന ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേർഡ്സിന്റെയും പല ലിസ്റ്റുകളുണ്ട്. അതിന്റെ 2 എക്സാമ്പിൾസ് ആണ് ഓക്സ്ഫോർഡ് 3000ഉം വെസ്റ്റ് ജനറൽ സർവീസ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഓൺലൈൻ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. ആ വേർഡ്സും നമ്മൾ ഫെമിലിയർ ആവുന്നത് നല്ലതാണ്. കാരണം വേർഡ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. ഒന്ന്, ആ വേർഡ്സ് അറിഞ്ഞിരിക്കണം ഉപയോഗിക്കാൻ എന്നുള്ളത്. 2, ഉപയോഗിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. അതൊരിക്കലും തെറ്റാതെ നമ്മൾ യൂസ് ചെയ്യണം. അതാണ് അക്കാഡമിക് വേർഡ് ലിസ്റ്റ്. സോ നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലിസ്റ്റുകളൊക്കെ കാണാവുന്നതാണ്. അതെല്ലാം കളക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ ഇസ് അബൌട്ട് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു ബി അവോയ്ഡഡ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മളുടെ ഒക്കേഷൻ അനുസരിച്ച് ഫോർമൽ ആയിട്ടുള്ള വേർഡ്സ് മാത്രം യൂസ് ചെയ്യുക, അല്ലാത്ത ഇൻഫോർമൽ ആയിട്ടത് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. അപ്പൊ ഇൻഫോർമൽ ലാംഗ്വേജ് എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ആസ് യു മെയിൻറ്റെയിൻ അപ്രോപ്രിയേറ്റ്നെസ് ഇൻ യുവർ അറ്റയർ ഫോർ ഡിഫറെന്റ് ഒക്കേഷൻസ്, യു നീഡ് ടു എക്സസൈസ് പ്രൊപ്രൈറ്റി ഇൻ യൂസിങ് ലാംഗ്വേജ് ഫോർ ഡിഫറെന്റ് പർപ്പസസ് ആൻഡ് ഇൻ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സല്ല, അറ്റയർ എന്ന് പറഞ്ഞാൽ ഡ്രസ്സല്ല നമ്മൾ പുറത്തിടുന്നത്. അതുപോലെ തന്നെ നമ്മൾ അപ്രോപ്രിയേറ്റ്നെസ്, ഔചിത്യം നോക്കിയിട്ട് വേണം. ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ അതിന്റെ ഔചിത്യം നോക്കും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിന്റെയും ഔചിത്യം നോക്കണം. എവിടെയാണ്, എന്ത് കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്, എന്ത് പേർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് പ്രൊപ്രൈറ്റി, പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മാത്രം ലാംഗ്വേജ് യൂസ് ചെയ്യണം.
Most of the words you use in everyday conversations with members of the family, children, and close friends are informal, and therefore you are not expected to use them in formal writing. നമ്മൾ കുട്ടികളോട് ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് ഉപയോഗിക്കുന്ന വാക്കുകൾ, ക്ലോസ് ഫ്രണ്ട്സിനോട് ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ അധികവും ഇൻഫോർമൽ ആയിരിക്കും. ആ രീതിയിൽ നമ്മൾ ഫോർമൽ റൈറ്റിംഗിൽ എഴുതരുത്. See the box below for a list of the categories of words to be avoided with examples. എന്തൊക്കെ തരം വാക്കുകൾ അവോയ്ഡ് ചെയ്യണം, അതിന്റെ എക്സാമ്പിൾസ് ആണ് അടുത്ത ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ബ്രീഫായിട്ട് നോക്കിയാൽ മതി, കാരണം ഇതേപോലെ ഇതേ കാറ്റഗറീസും അത് എങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്നും അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് അടുത്ത ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വളരെ ജസ്റ്റ് ബ്രീഫായി നോക്കാം. Categories to be avoided and examples. Contracted forms ഉപയോഗിക്കാതിരിക്കുക. Contracted forms പറഞ്ഞാൽ ഷോർട്ട് ഫോംസ്. Can't, isn't, doesn't, won't എന്നുള്ളതൊക്കെ യൂസ് ചെയ്തിരിക്കുക. Cannot, is not, does not ഷോർട്ട് ആക്കാതെ തന്നെ നമ്മൾ യൂസ് ചെയ്യണം എന്നാണ്. Informal verbs, phrasal verbs യൂസ് ചെയ്യരുത്. Get off, put off, get on, put off, go on, put off, find out, get, keep, start, give, show അങ്ങനത്തെ ഇൻഫോർമൽ ആയിട്ടുള്ള വേർഡ്സിന് പകരം ഫോർമൽ വേർഡ്സ് ഉപയോഗിക്കണം. Intensifiers, emphasis words and phrases indicating quantity. A little bit, a lot of, a couple of, not enough, sort of, അതൊക്കെ കുറച്ച് വേഗ് ആയിട്ടുള്ള വേർഡ്സ് ആണ് യൂസ് ചെയ്യാതിരിക്കുക. ഇൻഫോർമൽ ട്രാൻസിഷൻ, സോ, എനിവേസ്, ബട്ട്, ഓൾസോ, പ്ലസ്, വെൽ, ടു സം അപ്പ്, ഓൾ റൈറ്റ്, ഇതൊക്കെ ട്രാൻസിഷൻ വേർഡ്സ് ആണെങ്കിലും വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള വേർഡ്സ് ആണ്, അത് യൂസ് ചെയ്യാതിരിക്കുക. ഫസ്റ്റ് പേഴ്സൺ ആൻഡ് സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ യൂസ് ചെയ്യാതിരിക്കുക. ഐ, വി, അസ്, യു, യുവർ, മീ, ഇതൊക്കെ യൂസ് ചെയ്യാതിരിക്കുക. കാരണം അത് യൂസ് ചെയ്താൽ അത് വളരെ സബ്ജക്റ്റീവായി തോന്നും. അതിന് പകരം ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കണം. റൺ ഓൺ എക്സ്പ്രഷൻസ്, എറ്റ്സെട്ര, സോ ഓൺ ആൻഡ് സോ ഫോർത്ത് എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കാട്ടിലും അതിനൊരു ക്ലാരിറ്റി കുറവുണ്ടാവും, ഒരു വേഗ്നെസ് ഉണ്ടാവും. അതിന് പകരം ഈ എറ്റ്സെട്ര എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ കൃത്യമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു നിർത്തുക. അൺസൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ടു സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാതിരിക്കുക. ഗുഡ്, ബാഡ്, നൈസ്, ചീപ്പ്, റൈറ്റ്, റോങ്, അത് വളരെ ടു സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്. അതിന് പകരം കുറച്ചുകൂടി നല്ല വേർഡ്സ് കണ്ടുപിടിക്കുക. അത് അടുത്ത ടേബിളിൽ അതൊക്കെ കൊടുക്കുന്നുണ്ട്. വേർഡ്സ് ഇൻഡിക്കേറ്റിംഗ് അബ്സല്യൂട്ട് ക്വാണ്ടിറ്റീസ് ലൈക്ക് ഓൾ, എവറി എന്നൊക്കെ പറയുന്നത് ഇത്തിരി കുറയ്ക്കുക. കാരണം പലപ്പോഴും അക്കാഡമിക് റൈറ്റിംഗിൽ നമ്മൾ ഇപ്പോൾ ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ലൈക്ക് ദിസ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അങ്ങനെ അല്ലാത്തൊരു ഹ്യൂമൻ ബീങ് ഉണ്ടെന്ന് ആരെങ്കിലും പിന്നീട് കണ്ടുപിടിച്ചാലോ. അപ്പൊ അതുകൊണ്ട് ഓൾ, എവരി, നൺ എന്നുള്ളതൊക്കെ യൂസ് ചെയ്യാതെ മോസ്റ്റ്, ആ രീതിയിൽ കുറച്ചും കൂടി അത്ര അബ്സല്യൂട്ട് അല്ലാത്ത രീതിയിൽ നമ്മൾ പറയണം. സൂപ്പർലേറ്റീവ്സ് ഫോർ ദ സെയിം റീസൺ, ബെസ്റ്റ്, വേഴ്സ്റ്റ് അങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. ഇറ്റ് ഇസ് ഓൾവേസ് ലൈക്ക് ദിസ്, ഇറ്റ് ഇസ് നെവർ ലൈക്ക് ദിസ് എന്നുള്ള അബ്സല്യൂട്ട് ആൻഡ് സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാതെ ഇരിക്കുക. എക്സ്പ്രഷൻസ് യൂഷ്വലി ഫൗണ്ട് ഇൻ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ഹായ്, ബെസ്റ്റ് വിഷസ്, റിഗാർഡ്സ്, ചിയേഴ്സ്, ലവ് അങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ അക്കാഡമിക് റൈറ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. കോമൺ അബ്രിവേഷൻസ്, ഓക്കെ, ടി വി, അസാപ്പ് മീൻസ് ആസ് സൂൺ ആസ് പോസിബിൾ, ഇന്റർനെറ്റിന് നെറ്റ് എന്ന് പറയാം, സെൽഫോണിന് സെൽ എന്ന് പറയാം, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. ദെൻ സ്ലാങ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാതിരിക്കുക. ഡൂഡ്, കൂൾ, ഗായ്, കിഡിങ്, വി നോ വി വിൽ നോട്ട് യൂസ് ദോസ് വേർഡ്സ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്, ബട്ട് സം പീപ്പിൾ do that by mistake. അത് ചെയ്യാതിരിക്കുക. Cliched expressions, last but not the least, time will tell, in a jiffy, brave as a lion, fit as a fiddle, frightened to death, opposites attract, every cloud has a silver lining, etc. ഇതെല്ലാം ക്ലീഷേഡ് എക്സ്പ്രഷൻസ് ആണ്. ഇതിലൊന്നും തെറ്റുണ്ടായിട്ടല്ല, പക്ഷെ ഉപയോഗിച്ച് ക്ലീഷേ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് മടുത്ത എക്സ്പ്രഷൻസ് ആണ്. അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഉടനെ തന്നെ അത് കാണുമ്പോൾ ബോറടിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒക്കെ സ്ഥിരം പറയുന്നതാണ്. ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഹൈലി സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം അക്കാഡമിക് റൈറ്റിംഗ് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കാം. ഇപ്പൊ ബ്യൂട്ടിഫുൾ, അഗ്ലി, വണ്ടർഫുൾ, ഹോറിബിൾ അങ്ങനത്തെ വേർഡ്സ് അധികം യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഒരു സംഭവം ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റീവ് ഇവാലുവേഷൻ ആണ്. അതിന് പകരം അതിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് എന്താണെന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ് വേണ്ടത്. അതുപോലെ ഒരു സംഭവം വണ്ടർഫുൾ ആണെന്ന് തോന്നുന്നത് അഗെയിൻ നമ്മുടെ സബ്ജക്റ്റീവ് ഇവാലുവേഷൻ ആണ്. അത് പറയാതെ ഹായ്, ദിസ് ഇസ് സോ വണ്ടർഫുൾ എന്ന് പറയുന്നതിന് പകരം ആ വണ്ടർ നമ്മൾ കൺവേ ചെയ്യാൻ പാകത്തിന് അതിനെ വളരെ ഒബ്ജക്റ്റീവായി ഡിസ്ക്രൈബ് ചെയ്യാണ് വേണ്ടത്. ദെൻ വേഗ് ആൻഡ് ഇംപൊളൈറ്റ് എക്സ്പ്രഷൻസ്, വേഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. അതുപോലെ പൊളൈറ്റ് അല്ലാത്ത റൂഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസും യൂസ് ചെയ്യാതിരിക്കുക. എത്നിക് സ്ലേഴ്സ്, റേസിസ്റ്റ് എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ ചെയ്യില്ല, പക്ഷെ അത് ഒരിക്കലും അക്കാഡമിക് റൈറ്റിംഗിൽ പാടില്ലാത്തതാണ്. ഈ റൈറ്റ് സൈഡിൽ പറഞ്ഞ നിഗർ, പാക്കി, കളേർഡ്, എസ്കിമോ ഇതെല്ലാം റേസിസ്റ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. നിഗർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്,
ആഫ്രിക്കൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻ ആളുകളെ മോശമായി ഉപയോഗിക്കുന്ന വാക്കാണ്. പാക്കി മീൻസ് പാകിസ്ഥാനി, ബട്ട് ഇറ്റ് ഇസ് ജനറലി യൂസ്ഡ് ബൈ വൈറ്റ് പീപ്പിൾ ടു റെഫർ ടു ഓൾ സൗത്ത് ഏഷ്യൻ പീപ്പിൾ. ഇന്ത്യക്കാരായാലും പാകിസ്ഥാനികളായാലും ശ്രീലങ്കൻസ് ആയാലും അവരെ നമ്മളുടെ ആ ഒരു ജനറൽ സ്കിൻ ടോണുള്ള ആളുകളെ പറയുന്ന വാക്കാണത്. അതുപോലെ പല വേർഡ്സ് ഉണ്ട്, അതൊന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. മദ്രാസി, യു ഗൈസ് മേ നോട്ട് ഹാവ് ഹേർഡ് ദാറ്റ്, ബട്ട് നോർത്ത് ഇന്ത്യൻസ് പൊതുവെ സൗത്ത് ഇന്ത്യൻസിനെ മോശമായി പറയുന്ന ഒരു വാക്കാണ് മദ്രാസി, വേർ യു കം ഫ്രം ഇൻ സൗത്ത് ഇന്ത്യ. അങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാതെ ഇരിക്കുക. Then discriminatory words associated with physical and mental disability. മെന്റൽ ആയാലും ഫിസിക്കലും ആയാലുമുള്ള ഡിസബിലിറ്റിനെ പറ്റി നമ്മൾ ചില വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ആ വേർഡ്സ് ഉപയോഗിക്കുന്നത് വളരെ ഡിസ്ക്രിമിനേറ്ററി ആണ്. ഫോർ എക്സാമ്പിൾ, ഹാൻഡിക്യാപ്ഡ് എന്നുള്ള പണ്ട് യൂസ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. പകരം ഫിസിക്കലി ചാലഞ്ച്ഡ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ക്രിപ്പിൾഡ്, ഓട്ടിസ്റ്റിക്, ഡെഫ് ആൻഡ് ഡം, ഇഡിയറ്റ്, ഇംബസൈൽ, ഇൻസെയിൻ, ലേം, ലുനാറ്റിക്, സൈക്കോ, റിട്ടാർഡ്, ഇതൊക്കെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അതിന് പകരം കുറച്ചും കൂടി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള വേർഡ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ദെൻ വേർഡ്സ് ദാറ്റ് ആർ നോട്ട് ജെൻഡർ സ്പെസിഫിക് എക്സ്പ്രഷൻസ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ജെൻഡർ ആവശ്യം ഇല്ലാത്ത സ്ഥലത്ത് ജെൻഡർ പറയുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പോലീസ്മാൻ, ഗൺമാൻ, എന്തിനാ പോലീസ്മാൻ എന്ന് പറയണ? പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ മതി. കാരണം വെദർ ഇറ്റ് ഇസ് എ മാൻ ഓർ എ വുമൺ ഇസ് നോട്ട് റെലവെന്റ് ഹിയർ. ഫയർമാന് പകരം ഫയർഫോഴ്സ് ഓഫീസർ എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. ചെയർമാന് പകരം ചെയർപേഴ്സൺ എന്ന് പറയാം. ഫീമെയിൽ പൈലറ്റ്, വുമൺ ഫോട്ടോഗ്രാഫർ, പോയറ്റസ്, ആക്ട്രസ്, ഇതൊക്കെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം പൈലറ്റ്, ഫോട്ടോഗ്രാഫർ, പോയറ്റ്, ആക്ടർ എന്ന് പറഞ്ഞാൽ മതി. വെദർ ഇറ്റ് ഇസ് എ മാൻ ഓർ വുമൺ ഡസ് നോട്ട് റിയലി മാറ്റർ. അങ്ങനെ എക്സെട്ര എക്സെട്ര അതുപോലെയുള്ള വേർഡ്സ് നമ്മൾ അനാവശ്യമായ സ്ഥലത്ത് ജെൻഡർ സ്പെസിഫിസിറ്റി കൊണ്ടുവരാതെ ഇരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ആളുടെ ജെൻഡർ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ അത് അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വെദർ യു ഹാവ് എ ഫീമെയിൽ പൈലറ്റ് ഓർ എ മെയിൽ പൈലറ്റ്, വെദർ യു ഹാവ് എ മെയിൽ ഡോക്ടർ ഓർ എ ലേഡി ഡോക്ടർ, ഡസൻറ്റ് റിയലി മാറ്റർ. ദെൻ അപ്രോക്സിമേഷൻസ് യൂസ് ചെയ്തിരിക്കുക. അതായത് നിയർലി, ഓൾമോസ്റ്റ്, അബൌട്ട്, അറൌണ്ട്. ക്ലിയർ ആയി കൃത്യത പാലിക്കുക. കൃത്യമായി പറയാം, അല്ലാതെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളത് പറയാതിരിക്കാൻ ശ്രമിക്കുക. ടെക്സ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കാതിരിക്കുക. അതായത് നമ്മൾ SMS ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ASAP, BTW ഫോർ ബൈ ദ വേ, അങ്ങനത്തെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. നോൺ സ്റ്റാൻഡേർഡ് ഡിക്ഷൻ, അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മാത്രം യൂസ് ചെയ്യുക. നേരത്തെ സ്ലാങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ എയിൻറ്റ്, എനിവേസ്, ഓൾ റൈറ്റ്, അങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമ്മൾ അധികം യൂസ് ചെയ്യാതിരിക്കുക. അതൊന്നും അത്ര സ്റ്റാൻഡേർഡ് അല്ല. ദെൻ ഫില്ലർ വേർഡ്സ്, എക്സ്പ്രഷൻസ് ഓർ എംപ്റ്റി ഫ്രേസസ്. വെറുതെ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ പറയും. നമ്മൾ സംസാരിക്കുമ്പോൾ അത് യൂസ് ചെയ്യും. യു നോ, ജസ്റ്റ് സോ ദാറ്റ് യു നോ, ദ ഫാക്ട് ദാറ്റ്, നീഡ്ലെസ് ടു സേ, ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് അർത്ഥമില്ലാതെ വെറുതെ എംപ്റ്റി ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അത് അക്കാഡമിക് റൈറ്റിംഗിൽ യൂസ് ചെയ്യാതിരിക്കുക. ദെൻ റിഡൻഡന്റ് ഫ്രേസസ്. റിഡൻഡന്റ് ഫ്രേസസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൺവേ ചെയ്യാൻ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതേ അർത്ഥമുള്ള വാക്കുകൾ പിന്നെയും പിന്നെയും ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ അബ്സല്യൂട്ട്ലി ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഈച്ച് ആൻഡ് എവറി, ഈച്ചിനും എവറിക്കും ഒരേ മീനിങ് ആണ്. സോ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ കാഷ്വൽ സംസാരത്തിൽ പറയുമെങ്കിലും അക്കാഡമിക് റൈറ്റിംഗിൽ അത് പറയാതെ ഇരിക്കുക. സ്റ്റിൽ റിമെയിൻസ്. റിമെയിൻ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ എന്ന് പറയുന്നത് അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതുപോലത്തെ വേർഡ്സ്. അഡ്വാൻസ് വാർണിംഗ്, ആവശ്യമില്ല. വാർണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ കിട്ടുന്ന ഒരു കാര്യമാണ്. അഡ്വാൻസ് എന്നുള്ളത് പറയേണ്ട ആവശ്യം ഇല്ല. അതുപോലെ ഈ പറയുന്ന സെറ്റ് ഓഫ് വേർഡ്സ് എല്ലാം റിഡൻഡന്റ് ഫ്രേസസിന്റെ എക്സാമ്പിൾസ് ആണ്. മാക്സിമം അത് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. എക്സസീവ് യൂസ് ഓഫ് ക്വാളിഫയേഴ്സ്. ക്വാളിഫയേഴ്സ് തെറ്റായിട്ടല്ല, പക്ഷെ അത് ഒരുപാട് യൂസ് ചെയ്യാതിരിക്കുക. സംതിങ് സീംസ്, അപ്പിയേഴ്സ്, ഇൻഡിക്കേറ്റ്, സജസ്റ്റ്, മൈറ്റ്, മേ, കുഡ്, അതെല്ലാം ക്വാളിഫയേഴ്സ് ആണ്. ഈ സെറ്റൊക്കെ ക്വാളിഫയേഴ്സ് ആണ്. അത് വളരെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. യൂസ് ചെയ്യരുത് എന്നല്ല, അവോയ്ഡ് ചെയ്യണമെന്നല്ല, ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം. ക്വാളിഫയേഴ്സിനെ പറ്റി താഴെ പറയുന്നുണ്ടാവും, വിൽ കം ടു ദാറ്റ്. ദെൻ അബ്സല്യൂട്ട്സ്. വിൽ, ഇസ്, ആർ, വാസ്, വെയർ. അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കാര്യം അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ ആവും,
ഇത് ഇമ്പോസിബിൾ ആണ്, ഇത് ഒരിക്കലും നടക്കില്ല, ഇത് ഇങ്ങനെ തന്നെയാണ്, ഇത് സർട്ടൻ ആണ്, അതുപോലത്തെ അബ്സല്യൂട്ട്സും യൂസ് ചെയ്യൽ ഇത്തിരി കുറയ്ക്കാം. അത് അത്രയും ഉറപ്പാണെങ്കിൽ മാത്രം, അത്രയും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അബ്സല്യൂട്ട് ആയിട്ട് പറയാം. ബാക്കിയെല്ലാം ക്വസ്റ്റ്യനബിൾ ആണ്, മറ്റൊരാളെ നമ്മളെ ഡിബേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് അറിയുന്ന കാര്യങ്ങളിൽ അബ്സല്യൂട്ട്സ് യൂസ് ചെയ്യാതിരിക്കുക. Expression showing personal judgment. I agree, I am convinced, I am sure, I believe, I disagree. ഇവരെല്ലാം I ആണ്. എൻ്റെ വിശ്വാസം ഇതാണ്, ഞാൻ ഇതാണ് വിചാരിക്കുന്നത്, ഞാൻ ഇതാണ് ചിന്തിക്കുന്നത്. അത് പറയേണ്ട ആവശ്യമില്ല. പേഴ്സണൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യം അക്കാഡമിക് റൈറ്റിംഗിലില്ല. നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് വേണം എഴുതാൻ. However, there is no complete ban for the use of informal expressions in formal writing. While some are completely unacceptable, others can be used sparingly if the situation demands. ഈ പറയുന്നതിൽ ചിലത് നമ്മൾ തീരെ ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ ചില സ്ലാങ് എക്സ്പ്രഷൻസും ചില നെഗറ്റീവ് ആയിട്ടുള്ള റൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. പക്ഷെ വേറെ ചില ക്വാളിഫയേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ സ്പെയറിംഗ്ലി, വളരെ കുറച്ച് മാത്രം, if the situation demands, അത്യാവശ്യമാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. Words and phrases used in expressing doubt, for instance, are to be used with care. Such expressions are called qualifiers. They include the following. അപ്പോൾ ഡൗട്ട് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം ക്വാളിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിൽ നമുക്ക് കൺഫ്യൂസിങ് ആയി തോന്നാം. കാരണം വളരെ സർട്ടൻ, വളരെ അബ്സല്യൂട്ട് ആയിട്ടുള്ള നമ്മൾ പറയരുത്. എന്നാൽ ഓൾ ദ ടൈം നമ്മൾ പറയുന്നത് ഒരു ഡൗട്ട്ഫുൾ ആണ് എന്ന് ആളുകൾക്ക് തോന്നുന്ന രീതിയിലും നമ്മൾ പറയരുത്. അപ്പൊ അതിന്റെ ഒരു ബാലൻസ് നമ്മൾ കൊണ്ടുവരണം. ക്വാളിഫയേഴ്സ് ഇതൊക്കെയാണ്: appears, seems, indicates, suggests, may, might, could, may be, might have been, many, most, some, numerous, countless, a majority. ഇതെല്ലാം ക്വാളിഫയേഴ്സ് ആണ്. കാരണം അത് നമ്മൾ അബ്സല്യൂട്ട് അല്ല. നമ്മൾ പറയുന്ന കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്. സംതിങ് സീംസ് ലൈക്ക് ദാറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് മോർ ഡൗട്ട്ഫുൾ ദാൻ സേയിങ് സംതിങ് ഇസ് ലൈക്ക് ദാറ്റ്. അത് അങ്ങനെയാണ് എന്ന് പറയുന്നേക്കാളും അത് അങ്ങനെയാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ക്വാളിഫയേഴ്സ് യൂസ് ചെയ്യാണ്. അത് ഉപയോഗിക്കരുതെന്നല്ല, അത് ഉപയോഗിക്കണം, പക്ഷെ അത് വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കുക. അത് എല്ലാ സമയത്തും ഉപയോഗിക്കാതിരിക്കുക. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? These expressions are necessary when you are doubtful about the accuracy of your claims. They allow you to be cautious. Sometimes they are employed to avoid the use of absolutes like will, am, is, are, was, were, all, every, none, never. അങ്ങനെയുള്ള അബ്സല്യൂട്ട്സ് ഉപയോഗിക്കാതിരിക്കാൻ ആവശ്യമുള്ള സമയത്ത്, നമ്മൾ പറയുന്ന ക്ലെയിം ആക്യുറേറ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് ഉറപ്പില്ലാത്ത സമയത്താണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. As qualifiers express doubt, they reduce the strength of your claims and conclusions. Therefore, if you are sure of your findings, it is better not to employ qualifiers. In subjects that come under humanities, where subjective interpretations are acceptable, you may not be able to use absolutes. For instance, every reading and interpretation literature is considered unique, and therefore fixing meaning of text or making categorical statement about the characters are not permissible. In such occasions, a writer is often forced to use qualifiers. Whereas in subjects like science, where clear evidence is provided for the finding, absolute expressions make sense. Even in subjects like literature too, Even in subjects like literature, too many qualifiers will make your writing wordy and unclear. എവിടെയാണ് നമ്മൾ ക്വാളിഫയേഴ്സ് യൂസ് ചെയ്യേണ്ടത്? സയൻസിൽ അധികവും നമുക്ക് അബ്സല്യൂട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ ഫാക്ച്വൽ ആയ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഹ്യൂമാനിറ്റീസിൽ നമ്മൾ കൂടുതൽ ക്വാളിഫയേഴ്സ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതിനൊരു റീസൺ ഇവർ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ലിറ്ററേച്ചറിലാണെങ്കിൽ ഒരു ടെക്സ്റ്റ് എടുത്ത് വായിച്ചാൽ, ഒരു ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ഒരു പോയം നമ്മൾ എടുത്ത് വായിച്ചാൽ അതിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം എന്നതിന് ഒരു ഉത്തരം മാത്രമല്ല, പലർക്കും പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാവുന്നതാണ്, പല രീതിയിൽ അതിനെ വായിച്ചെടുക്കാവുന്നതാണ്. പല റീഡിങ്സ് ചെയ്യാവുന്നതാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കുറച്ചുകൂടി ക്വാളിഫയേഴ്സ് യൂസ് ചെയ്യാം, നമ്മൾ അബ്സല്യൂട്ട്സ് യൂസ് ചെയ്യാതിരിക്കുക. എന്നാൽ സയൻസിൽ നമ്മൾ കറക്റ്റ് ആണെന്ന് ഉറപ്പുള്ള സമയത്ത് നമുക്ക് അബ്സല്യൂട്ട്സ് കുറച്ചുകൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. We should also be careful about the use of certain other words, mostly adjectives like the following, as they may rob your writing of its clarity. Like basically, essentially, mostly, slightly, somewhat, virtually. ഇങ്ങനെയുള്ള അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് യൂസ് ചെയ്താൽ നമ്മുടെ റൈറ്റിങ്ങിന് ക്ലാരിറ്റിയും സ്ട്രെങ്ത്തും ഇല്ല എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും വളരെ അബ്സല്യൂട്ട് ആയിട്ടുള്ള റൂൾസ് അല്ല.
അത്യാവശ്യമുള്ളപ്പോൾ ഇങ്ങനെയുള്ള ചില വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ മാക്സിമം അത് സ്ഥിരം അങ്ങനെയുള്ള ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്താൽ നമ്മുടെ റൈറ്റിംഗ് ടു വേർഡി ആവും, ടു മെനി വേർഡ്സ് ഉണ്ടാവും, അനാവശ്യമായി നമ്മൾ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് പോലെ തോന്നും. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റിങ്ങിന്റെ ഫോഴ്സും സ്ട്രെങ്ത്തും ക്ലാരിറ്റിയും എല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. Okay, so that is about the words that should be avoided, and in the next video we will look at some samples for alternative expression. ഇതിന് പകരം നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞു, അതിന് പകരം എന്ത് നമ്മൾ യൂസ് ചെയ്യുമെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാവുന്നതാണ്. താങ്ക് യു.